ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലികോം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് BSNL ആണ്. മറ്റ് കമ്പനികൾ ഈടാക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ വാലിഡിറ്റി, കോളിംഗ്, ഡാറ്റ എന്നിവയെല്ലാം BSNL നൽകുന്നുണ്ട്. ഈ വർഷം റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയരുമെന്ന വാർത്തകൾ പുറത്തുവന്നത് ഉപഭോക്താക്കളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ വർഷം റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയരുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേരത്തെ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഇതിനു പിന്നാലെയാണ് വീണ്ടും നിരക്ക് വർധന വന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഈ നിരക്ക് വർധനയുടെ ഭാരം വലിയ രീതിയിൽ ബാധിക്കാതിരിക്കാൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മികച്ച വാർഷിക പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുക എന്നത്. അതല്ലാത്ത പക്ഷം മറ്റൊരു മികച്ച ഓപ്ഷൻ നിലവിലെ സിം BSNL-ലേക്ക് പോർട്ട് ചെയ്യുക എന്നതാണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലികോം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് BSNL ആണ്. മറ്റു കമ്പനികൾ ഈടാക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ മികച്ച വാലിഡിറ്റി, കോളിംഗ്, ഡാറ്റ എന്നിവയെല്ലാം BSNL നൽകുന്നുണ്ട്. ഓരോ BSNL പ്ലാനും അതേ ആനുകൂല്യങ്ങൾ നൽകുന്ന മറ്റ് സ്വകാര്യ കമ്പനികൾ ഈടാക്കുന്ന നിരക്കുമായി താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസം കാണാനാകും. നിലവിലെ നമ്പർ മാറാതെ തന്നെ ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ തുടങ്ങി ഏത് ടെലികോം കമ്പനിയിൽ നിന്നും മാറി BSNL വരിക്കാരാകാം. എന്നാൽ ഒരു ടെലികോം കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് സിം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. മൊബൈൽ നമ്പറിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഇവയിൽ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം മൊബൈൽ നമ്പർ സബ്ജുഡീസുമായിരിക്കരുത്. സബ്സ്ക്രൈബർ കരാർ പ്രകാരം കരാർ ബാധ്യതകളൊന്നും ഉണ്ടാവരുതെന്നും നിലവിലെ ഓപ്പറേറ്ററുടെ കീഴിൽ 90 ദിവസമെങ്കിലും പൂർത്തിയായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ഒപ്പം ബില്ലടയ്ക്കാൻ ബാക്കിയുണ്ടാവരുത്. ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത പക്ഷം പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് യുണീക് പോർട്ടിംഗ് കോഡ് ജനറേറ്റ് ചെയ്യണം. ഇതിനായി പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് 1900 SMS അയക്കാം. ഇതോടെ UPC-യും ആ നമ്പറിന്റെ വാലിഡിറ്റിയും അടങ്ങുന്ന മെസ്സേജ് ലഭിക്കുന്നതാണ്. ശേഷം അടുത്തുള്ള BSNL കസ്റ്റമർ കെയർ സെന്ററിലോ റീറ്റെയിലർ ഔട്ട്ലെറ്റിലോ അംഗീകൃത ഫ്രാഞ്ചൈസിയിലോ എത്തി MNP ആരംഭിക്കുന്നതിന് ഒരു കസ്റ്റമർ അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ KYC പൂർത്തിയായാൽ പുതിയ BSNL സിം കാർഡ് ലഭിക്കും. MNP റിക്വസ്റ്റ് അംഗീകരിച്ച ശേഷം പോർട്ടിംഗ് തീയതിയും സമയവും അവർ അറിയിക്കും. അതേസമയം നിലവിലുള്ള സിം കണക്ഷന് പുറമെ ഒരു പുതിയ BSNL കണക്ഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും നല്ല സമയമാണ്. ഇതിനായി നിലവിൽ നിരവധി ഓഫറുകൾ BSNL വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.